ഞാൻ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. അമ്മേ, മനസ്സിലാകുന്നില്ല. നിന്നെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ശിവൻ അഘോരിയാണ്. ഒരിക്കലും ഒരു വിവാഹിതന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കില്ല. അഭിമാനം, സംസ്കാരം, ഗൃഹസ്ഥിതി, ഉത്തരവാദിത്വം എന്ന കടമ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 9 മാസം മാതാവിന്റെ ഗർഭത്തിൽ കഴിയേണ്ടതാണ്. കാരണം മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച മാത്രമല്ല, രക്തബന്ധത്തോടൊപ്പം സംസ്കാരവും കൂടിയാണ് പകർന്നു കൊടുക്കുന്നത്. എന്നാൽ നിന്റെ ശിവൻ, അദ്ദേഹം അജന്മിയാണ്. ജന്മമെടുക്കാത്ത ഒരാൾക്ക് എങ്ങനെയാ മനസ്സിലാവുക പത്നിയുടെയും കുടുംബത്തിന്റെയും മഹത്വം? അമ്മേ, ഞാൻ പോകുകയാണ്. എന്നാൽ നിനക്ക് ജനിക്കാൻ പോകുന്ന സന്താനത്തെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം പുത്രി. കാരണം ഒരു മാതാവിനെ സംബന്ധിച്ച് സ്വന്തം സന്താനത്തിന്റെ ദുഃഖത്തേക്കാൾ അധികമായി മറ്റൊരു ദുഃഖം ഉണ്ടാവില്ല. പ്രഭു, നമുക്കറിയാം നന്ദി, എല്ലാം തന്നെ അറിയാം. ഓരോ നിമിഷത്തെക്കുറിച്ചും അറിയാം. ഓരോ നിമിഷങ്ങളിലും മാറി മറിയുന്ന ഭാവങ്ങളെക്കുറിച്ചും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് മാതാവിന്റെ ദുഃഖം ഇല്ലാതാക്കാത്തത് പ്രഭു? മാതാവിന്റെ ദുഃഖം ഇല്ലാതാക്കിയാലും മാതാവിന്റെ വേദനകൾക്ക് അന്ത്യം കുറിച്ചാലും മാതാവ് ദുഃഖിതയായി കഴിയുകയാണെങ്കിൽ ഈ കൈലാസം മുഴുവനും ദുഃഖിക്കുന്നതാണ് പ്രഭു. കൈലാസത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല പ്രഭു. പാർവതിയുടെ ദുഃഖങ്ങൾക്ക് അവസാനമുണ്ടാകും നന്ദി. തീർച്ചയായും ഉണ്ടാകും. എപ്പോഴാണ് പ്രഭു? പാർവതിയുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന മോഹത്തിന് അന്ത്യം സംഭവിക്കുമ്പോൾ. മോഹമോ? അതേ നന്ദി.
പാർവതിയുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവളുടെ മോഹമാണ്, അവളുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഏത് ദിവസം അവൾ നമ്മുടെ ആദിയും അനാദിയും അനന്തവുമായ സ്വരൂപത്തെ ഉൾമനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നുവോ, ആ ദിവസം അവൾക്ക് പൂർണ്ണത പ്രാപ്തമാകുന്നതാണ്. ആ പൂർണ്ണത പ്രാപ്തമാകുമ്പോൾ തന്നെ അവളുടെ എല്ലാ വേദനകളും ഇല്ലാതാകുന്നതാണ്. ചരണങ്ങളെ പ്രണമിക്കുന്നതിനായി എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗിരിജ. നമുക്ക് അങ്ങയുടെ ഉപദേശത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഉത്തരവാദിത്വങ്ങൾ ഞാൻ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഞാൻ സ്വയം തന്നെ സൂര്യോദയത്തിനായി എത്തുന്നതാണ്. ഈ നേത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന അശ്രുകണങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ല, നിന്റെ മനസ്സിലെ വേദന നാം അറിയാൻ ആഗ്രഹിക്കുന്നു പാർവതി. പറയാനായി ഒന്നുമില്ല, ഓർമ്മപ്പെടുത്താനാണുള്ളത്. എന്താണ് നാം മറന്നത്? വിവാഹത്തിന്റെ ബന്ധനത്തിൽ ബന്ധിക്കുന്ന സമയത്ത് ഓരോ തവണ വലം വയ്ക്കുമ്പോഴും അങ്ങ് എനിക്ക് വാക്ക് തന്നിരുന്നതാണ്. അതിൽ നിന്നും ഒരു വാക്ക് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ അങ്ങ് കുടുംബം എന്ന ചിന്തയിൽ നിന്നും മുക്തനായിരുന്നു. ഇപ്പോൾ അങ്ങ് വിവാഹ ബന്ധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുക എന്ന ഉത്തരവാദിത്വം അങ്ങയുടെ ചുമലിൽ തന്നെയായിരിക്കും. അങ്ങ് ഈ ഭാരം ചുമക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ മാത്രം, എങ്കിൽ മാത്രമേ ഞാൻ അങ്ങയുടെ വാമഭാഗമാവുകയുള്ളൂ. അങ്ങയുടെ ആ വാക്ക് പാലിച്ചോ? പറഞ്ഞാലും അങ്ങയുടെ സ്വന്തം കുടുംബത്തോടുള്ള ദൗത്യം നിറവേറ്റിയോ? അങ്ങ് എപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെയോ ആഗ്രഹങ്ങളെയോ മനസ്സിലാക്കാനായി ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ആഗ്രഹങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഇല്ല മഹാദേവ, ഞാൻ പറഞ്ഞതിന് ശേഷം പോലും അത് ചെയ്തിട്ടില്ല.
നമുക്ക് ദുഃഖമുണ്ട് പാർവതി. നാം കാരണം നിന്റെ ഹൃദയത്തിന് ഇത്രയും ആഴത്തിൽ ആഘാതം സംഭവിച്ചതിൽ ഞാൻ വിഷമിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല മഹാദേവ. കാരണം ഞാൻ അങ്ങേക്ക് ഒരിക്കലും പ്രാധാന്യമുള്ള ഒരാളെ അല്ല. നാം നിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുന്നു പാർവതി. നിന്റെ ഹൃദയത്തിലുണ്ടായ ദുഃഖത്തിന് കാരണം നിന്റെ മനസ്സിലുണ്ടായ മോഹമാണ്. അപ്പോൾ അങ്ങ് പറയുന്നത് ഭവനത്തിനായുള്ള എന്റെ ആഗ്രഹം അനുചിതമാണെന്നാണോ? ഇത് കൈലാസമാണ് പാർവതി. കൈലാസത്തിൽ മാനുഷികമായ ഇച്ഛകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ മാനവികമായ ആവശ്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഉപേക്ഷിക്കപ്പെടേണ്ടവളാണോ മഹാദേവ? നീ നമ്മുടെ പ്രണയമാണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ അടിസ്ഥാനവുമാണ്. ആ അടിസ്ഥാനം തന്നെയാണ് നമ്മുടെ നിലനിൽപ്പും എന്റെ സമ്പൂർണതയും. പ്രണയത്തിന് നമ്മുടെ ദൃഷ്ടിയിലും സർവോത്തമമായ സ്ഥാനമാണുള്ളത് മഹാദേവ. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും മഹത്വപൂർണമാണ്. എന്താ അങ്ങയുടെ ദൃഷ്ടിയിൽ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വത്തിന് യാതൊരു മൂല്യവുമില്ലേ? മൂല്യമുണ്ട് പാർവതി. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വവും നമ്മുടെ കടമ തന്നെയാണ്. എന്നാൽ ഈ കൈലാസത്തിന്റെ അടിസ്ഥാന സ്വഭാവവും ത്യാഗത്തിന്റേതും സന്യാസത്തിന്റേതുമാണ്. ആ സ്വഭാവത്തെ മാനിക്കേണ്ടത് നമ്മൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മൾ രണ്ടുപേരും രണ്ടല്ല, ഒന്നാണ്. നമ്മൾ രണ്ടുപേരും ചേരുമ്പോഴാണ് സമ്പൂർണതയുണ്ടാകുന്നത്. വേർപിരിഞ്ഞിരുന്നാൽ നമുക്ക് യാതൊരു അസ്തിത്വവുമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അടിസ്ഥാനവും ഉണ്ടാകില്ല. നീ ഈ രഹസ്യം മനസ്സിലാക്കിയ മതിയാകൂ പാർവതി. ഈ രഹസ്യത്തിന്റെ കർമ്മത്തിലാണ് പ്രണയത്തിന്റെ സർവോന്നതിയുമുള്ളത്. നീ ആരാണെന്ന് ബോധ്യപ്പെടേണ്ടതായുണ്ട്. ആ അനുഭൂതി ഉണ്ടായതിനു ശേഷം കൈലാസത്തിൽ സ്വന്തം ആഗ്രഹങ്ങൾ മാനിക്കപ്പെടുന്നതിനായി നിനക്ക് ആവശ്യപ്പെടേണ്ടതായി വരില്ല. സമയമായിരിക്കുന്നു പാർവതി. ശിവന്റെയും ശക്തിയുടെയും സംഗമത്തിന് പുരുഷനും പ്രകൃതിയും ഒരു രൂപത്തിലേക്ക് എത്തേണ്ട സമയം. നാം പല പല ജന്മങ്ങളിലായി കണ്ടുമുട്ടുന്നതിന്റെയും പിരിഞ്ഞു പോകുന്നതിന്റെയും കാരണം ഈ സംഗമത്തിലൂടെ നിനക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നതാണ് പാർവതി. നമ്മുടെ മഹാസംഗമത്തിന്റെ സമയം വന്നിരിക്കുന്നു പാർവതി. നാം ആഗ്രഹിക്കുന്നത് പ്രണയത്തിന്റെ ശക്തവും അതിസുന്ദരവുമായ രൂപത്തെ നീയും അനുഭവിച്ചറിയണമെന്നാണ്.
പ്രണയത്തിന്റെ സമ്പൂർണതയുടെ സ്വരൂപം അത്രയും സുന്ദരമാണെങ്കിൽ ഞാനത് തീർച്ചയായും അനുഭവിച്ചറിയുന്നതാണ് ദേവ. തീർച്ചയായും അറിയുന്നതാണ് മഹാദേവ. ഓം നമഃ ശിവായ. 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 ഇപ്പോൾ സമയമായിരിക്കുന്നു. അനസൂയയുടെ തപസ് പൂർണ്ണമാകുന്നതിന് മുമ്പ് അസുര രാജാവ് അന്ധകനെ ചെന്ന് കാണണം. എങ്കിലേ ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വരൂ ദണ്ഡപാണി, വരൂ. എന്ത് സന്ദേശവുമായാണ് വന്നിരിക്കുന്നത്? മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അടുത്തിരിക്കുകയാണോ? അതിപ്പോഴല്ല വേണ്ടത് അസുരരാജൻ. പിന്നെ സമയമാകുന്നതിന് മുമ്പ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ശുഭ സന്ദേശം നൽകാൻ. നമ്മൾ അസുരന്മാരുടെ വിജയത്തിനുള്ള സാധ്യത വളരെ ഏറിയിരിക്കുകയാണ് അസുരരാജൻ. നമ്മുടെ ശത്രു സ്വയം കെണിയിലകപ്പെടാൻ പോവുകയാണ്. ആര്? ശിവനോ? അല്ല അസുരരാജൻ, ശിവൻ മാത്രമല്ല, 3 പേരും. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, 3 പേരും. എങ്ങനെയാണ് ദണ്ഡപാണി? എങ്ങനെയാണ്? വിശദീകരിക്കൂ. അസുരരാജൻ, ഗുരുകുലത്തിന്റെ കുലപതി മഹാസതി അനസൂയ ത്രിമൂർത്തികളെ സ്വന്തം സന്താനത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. ഞാൻ മഹാസതി അനസൂയ ത്രിമൂർത്തികളെ സ്വന്തം സന്താനത്തിന്റെ രൂപത്തിൽ പ്രാപ്തമാക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്ത്? ശിവൻ ബാലകനാകുന്നുണ്ടോ? ബാലകന്റെ രൂപം ധരിക്കുന്നുവെന്നോ? ബാലരൂപം ധരിക്കുന്നത് ശിവൻ മാത്രമല്ല അസുരരാജൻ, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും 3 പേരും. ദണ്ഡപാണി, അസുരരാജൻ അന്തകന് മഹത്വപൂർണമായിട്ടുള്ളത് നമ്മുടെ ശത്രുവായ ശിവന്റെ ജന്മം മാത്രമാണ്. വർഷങ്ങളായുള്ള എന്റെ കാത്തിരിപ്പിന്റെ അവസാനം ശിവന്റെ അന്ത്യം തന്നെയാണ്. അതുതന്നെയാണ് എന്റെ കാരാഗ്രഹവാസത്തിന്റെ അന്ത്യവും. ബാലശിവയുടെ അന്ത്യം എന്റെ അന്ധകാരത്തിന്റെ വികാസത്തിന്റെ ആരംഭമാണ്. പോകൂ, പോയി ശിവന്റെ അന്ത്യത്തിനും ഒപ്പം അന്ധകാരത്തിന്റെ ആരംഭത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കൂ. ശിവന്റെ അന്ത്യം അന്ധകാരത്തിന്റെ വികാസമായിരിക്കും.